നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ വെച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം വളരെ നടുക്കുന്നതും വേദനാജനകവുമായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു, അതേ കയറിൽ അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ആത്മഹത്യക്കുറിപ്പായും അതുപോലെ തന്നെ വിഭജിക അവസാനമായി സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ പുറത്തു വരുമ്പോൾ, മാത്രമല്ല ബന്ധുക്കളുടെ ഒരു പ്രതികരണം, ഇതെല്ലാം പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭർതൃപീഡനത്തെ തുടർന്നാണ് പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം സ്വദേശിയായ വിഭജിക മണിയൻ, മകൾ വൈഫവി നിതീഷ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. അൽ നഹ്ദയിലെ താമസ സ്ഥലത്തായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഭജികയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഈ ഒരു ആത്മഹത്യ നടന്നത്. ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് അവരുടെ കുടുംബം രംഗത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം തെളിവായി സമർപ്പിച്ചിരിക്കുകയാണ്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു ആരോപണം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരടക്കമുള്ളവർക്കാണ് കുടുംബം ഇത്തരത്തിൽ വിഭജികയുടെ മകളുടെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത്. വിഭജികയുടെ ഓഡിയോ, അതായത് വിഭജിക അവസാനമായി സംസാരിച്ച വാക്കുകളിൽ പറയുന്നത് ഇപ്രകാരമാണ്: അച്ഛന് കുറേ കാശ് വേണം, വലിയ വണ്ടി വേണം, വലിയ ഫ്ലാറ്റ് വേണം, സുഖിക്കണം, മകൾക്കൊരു ബോഡി ഗാർഡിനെയും വേണം. എൻ്റെ ലോക്കറിൻ്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. സ്വർണ്ണം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല, എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. ഇത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനില്ല. സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം, ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം. കുഞ്ഞായതിനു മുമ്പ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നിതീഷിനെതിരെ വിഭജിക പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഭജികയുടെ ഈ ഒരു പ്രതികരണത്തിൽ, അല്ലെങ്കിൽ വിഭജിക പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നിതീഷ് ഭർത്താവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലാണ് നമുക്ക് വിഭജികയുടെ വാക്കുകളിൽ നിന്ന് എത്തുവാൻ സാധിക്കുന്നത്. മാത്രമല്ല വീട്ടുകാരും, നിതീഷിൻ്റെ വീട്ടുകാരും വിഭജികയെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു, വിഭജികയെ ഉപദ്രവിച്ചിരുന്നു എന്നതടക്കമുള്ള, മാനസികമായൊക്കെ ഉപദ്രവിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് വിഭജികയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിരുന്നു. നോട്ട്ബുക്കിലെ 6 പേജുകളിൽ തൻ്റെ കൈകൊണ്ടെഴുതിയ ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു കത്ത് അവിടെ നിന്ന് മാറുകയും ചെയ്തു. ഭർത്താവ് നിതീഷ് മോഹൻ കത്ത് ഡിലീറ്റ് ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ സംശയം. പക്ഷെ അതിനു മുമ്പ് കത്ത് ഡൗൺലോഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊരു തെളിവായി ബന്ധുക്കളുടെ കയ്യിലുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. നിതീഷിനും അയാളുടെ പിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭജിക കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഭർതൃപിതാവ് അപമര്യാദയായി പെരുമാറി, സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് വിഭജികയുടെ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല, മകളുടെ മുഖം കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നും വിഭജിക തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ, ഭർതൃ സഹോദരി നീതു എന്നിവരാണ് 1ാം പ്രതികൾ. 2ാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനനാണ് എന്നും വിഭജിക വ്യക്തമാക്കിയിട്ടുണ്ട്. അച്ഛൻ അപമര്യാദയായി പെരുമാറിയെന്ന് അറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല. അതിനു പകരം തന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായിരുന്നു നിതീഷിന്റെ മറുപടി. ഒരു ഭാര്യയെ സംബന്ധിച്ച് തകർന്നു പോകുന്ന നിമിഷമാണിത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് വിഭജിക കടന്നുപോയതെന്ന് തന്നെയാണ് നമുക്ക് ഈ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വിഭജികയുടെ അവസാന ഓഡിയോയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭർതൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലും ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ വിഭജിക ഉന്നയിച്ചിട്ടുണ്ട്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല ചെയ്യുന്നു, വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിക്കുന്നു. കുഞ്ഞിനെ ഓർത്ത് തന്നെ വിടാൻ കെഞ്ചി പറഞ്ഞു. പക്ഷെ ഭർതൃ സഹോദരി അത് കേട്ടില്ല. ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കിയെന്നും മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ തൻ്റെ വായിൽ കുത്തി കയറ്റിയെന്നും
ഈ വിഭജിക വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവളുടെ പേരും പറഞ്ഞ് ഗർഭിണിയായിരുന്ന തന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നിതീഷ് വലിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ ഒരു കത്തിൽ വിഭജിക ഉന്നയിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ സ്ത്രീ തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഗർഭിണിയായ 7ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യം ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. തുടക്കത്തിലൊക്കെ തന്നെ നിതീഷ് തല്ലുമായിരുന്നു, പക്ഷേ കാര്യങ്ങൾ നോക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളം, ആഹാരം, വസ്ത്രം ഒന്നും തരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിഭജിക ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നത്. തന്നെ അവർക്കൊരു മാനസിക രോഗിയാക്കണമെന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ വിഭജിക വ്യക്തമാക്കിയിരിക്കുന്നു. തന്റെ കൂട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കുമെല്ലാം നിതീഷും അയാളുടെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാണ് ഈ കത്ത് വിഭജിക അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് ഈ കുടുംബത്തിനെതിരെ ഈ വിഭജിക ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഖ്തയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരെ വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭജികയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വരുത്തി. വാതിൽ തുറന്നപ്പോഴായിരുന്നു രണ്ടുപേരും മരിച്ചതായി കണ്ടത്. ഈ സമയം നിതീഷ് വിഭജികയുടെ ഫോൺ കൈക്കലാക്കി എന്നതടക്കമുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറ്റ ബന്ധുക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് അമ്മയടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു അമ്മ നടത്തിയത്. അമ്മ അടുത്ത ബന്ധുക്കളോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം പരാതി നൽകിയത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസ് അന്വേഷണം തുടരുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ വന്നതും ഏറെ നിർണായകമാണ്. ഈ നിതീഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമസഹായം തേടണമെന്ന് വിഭജിക ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ബന്ധു നടത്തിയിരിക്കുകയാണ്. വിഭജിക ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും ഷാർജയിലുള്ള ബന്ധു പ്രതികരിച്ചിരിക്കുന്നു മാധ്യമങ്ങളോട്. കഴിഞ്ഞ ദിവസം ഭർത്താവുമായുള്ള പ്രശ്നത്തിൽ വിഭജിക മാനസികമായി ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമ്മയെയും ഭർത്താവ് ചീത്ത പറയാറുണ്ട് എന്നാണ് വിഭജിക തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബന്ധുക്കളോട്. നിതീഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമസഹായം തേടണമെന്നാണ് ഉപദേശം നൽകിയത്. വിഭജികയുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് ബന്ധു നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനേക്കാൾ അതായത് നടക്കുന്ന വെളിപ്പെടുത്തലാണ് ഓരോ ദിവസവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായില്ല എന്നും അഡ്വക്കേറ്റും പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.